Hello. Welcome to market discussion of the day. Today, August 8th, 2025. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കലണ്ടർ ബേസ് ചെയ്തിട്ട് ന്യൂസുകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയൊരു ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആഴ്ചത്തെ ബാച്ച് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ചൊവ്വാഴ്ച ഇന്ത്യൻ ടൈമിംഗ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടായിരിക്കും നമ്മുടെ മലയാളം കോഴ്സ് നടക്കുന്നത്. 4 ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സാണ്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. സോ കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, സോ നമുക്ക് ഇന്നലെ എന്താ പറയുക, ആകപ്പാടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്നലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ടിട്ട് തന്നെ ചേഞ്ച് ഉണ്ടാകും, താഴോട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് ഒന്നും മാറ്റിയിട്ടില്ല. US ചെയ്തതുപോലെ തന്നെ ഒരു ചേഞ്ചസും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും വരുത്തിയിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ GBPയുടെ റേറ്റ് ഇന്നലെ നിങ്ങൾക്കറിയാം, അവിടെ നിന്ന് ബാങ്ക് ഓഫ് ഈ ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള മുകളിലോട്ട് ഉള്ള ഒരു അപ് ട്രെൻഡ് നമുക്ക് GBP കാണിച്ചു തരികയും ചെയ്തു. ഇപ്പോൾ 1.3400 മുകളിലായിട്ട് GBP നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ ന്യൂസ് വരുന്ന സമയത്ത് ആക്ച്വലി ഈ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. 1.3350 അവിടെ റേഞ്ചിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഇപ്പോൾ 1.3400 മുകളിൽ കയറി 1.3500 റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നു. സോ നമുക്ക് സെല്ലിലോട്ട് പോകാൻ നിൽക്കേണ്ട. പക്ഷേ എന്നിരുന്നാലും നമുക്ക് 1.3400 അവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഒരു ലോങ്ങർ ടേമിലോട്ടുള്ള ബൈ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. നമ്മൾ നേരത്തെ 2 ദിവസം മുന്നേത്തെ മാർക്കറ്റ് ഡിസ്കഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, GBPയിൽ 1.32 ഈ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 1.3282 ഈ ഒരു റേഞ്ചിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യാനായിട്ട്. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ വൻ പ്രോഫിറ്റ്, ഓൾമോസ്റ്റ് 150 പിപ്പിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റോളം കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ നല്ലൊരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ ഇതാണ് ഞാൻ നമുക്ക് ഇന്നലത്തെ മെയിനായിട്ടുള്ളൊരു ന്യൂസ് ഇതായിരുന്നു. പിന്നീട് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വന്നിട്ടുണ്ടായിരുന്നു. വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. സോ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ കലണ്ടർ ബേസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മൾ US സെഷനിൽ നല്ല രീതിയിൽ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യണം. കെയർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കേണ്ട എന്നല്ല, എടുക്കണം. പക്ഷേ സ്റ്റോപ്പ് ലോസ് വേണം എന്നുള്ളത് നിർബന്ധമായിട്ടും എടുത്ത് കൺസിഡർ ചെയ്ത് പോകേണ്ട ഒരു കാര്യം കൂടെയാണ്. സോ അടുത്ത ആഴ്ച നമുക്ക് വലിയ രീതിയിലുള്ള കോംപ്ലക്സ് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. പിന്നെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ളൊരു ന്യൂസ് എന്താ വെച്ചാൽ നമ്മുടെ റഷ്യൻ പ്രസിഡന്റും US പ്രസിഡന്റും തമ്മിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോ അത് ഉറപ്പായിട്ടും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ താരിഫ് കൊടുത്തിട്ടുള്ള ഇന്ത്യക്കും ബ്രസീലിനുമെതിരെ 50% താരിഫാണ് US കൊടുത്തിട്ടുള്ളത്. സോ അത് എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് അടുത്ത ആഴ്ചത്തെ ന്യൂസും കൂടെ ഒന്ന് ഓടിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ വീക്കെൻഡിൽ നടക്കുന്ന ന്യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യം, നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ട്രേഡിലോട്ട് ചാടി ഇറങ്ങാനായിട്ട് രാവിലെ തന്നെ, തിങ്കളാഴ്ച രാവിലെ. ഓക്കെ, ഉച്ചയ്ക്ക് 1:30 മണിക്ക് നമുക്ക് CPIയുടെ ഡേറ്റ വരുന്നുണ്ട് USA നിന്ന്. സോ അത് കെയർഫുള്ളായിട്ടിരിക്കുക. അതിന് മുന്നേ ഇന്ത്യൻ CPI ഉണ്ട്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ അത് കൺസിഡർ ചെയ്ത് പോകണം. കാരണം താരിഫ് ബന്ധപ്പെടുത്തി 50% താരിഫ് ആക്കിയത് പ്രമാണിച്ച് ഉറപ്പായിട്ടും ആ ഒരു ന്യൂസ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ ആ ഒരു സമയം അത് എനിക്ക് തോന്നുന്നത് ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ മാർക്കറ്റ് അടയ്ക്കും. പക്ഷേ അത് പിറ്റേ ദിവസം ചൊവ്വാഴ്ച ആയിരിക്കും മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനും പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ പിന്നീട് നമുക്ക് ബുധനാഴ്ച നമുക്ക് എല്ലാ ബുധനാഴ്ചയും വരുന്ന പോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിൽ നിന്ന് CPI വരുന്നുണ്ട്. ഓക്കെ, രാവിലെ 7 മണിക്ക് UK ടൈമിംഗ് 7 മണിക്കാണ് ജർമ്മനിയിൽ നിന്ന് CPI വരുന്നത്. ഓക്കെ, സോ വ്യാഴാഴ്ച നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PPIയുടെ ന്യൂസ് വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചയും വരുന്നത് പോലെ. വെള്ളിയാഴ്ച നമുക്ക് ജപ്പാനിൽ നിന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. JPYയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ച് പോവുക. നമുക്ക് US നിന്ന് റീറ്റെയിൽ സെയിൽസും 1:30 വരുന്നുണ്ട് വെള്ളിയാഴ്ച
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിൽ. ഓക്കെ, സോ ഇതാണ് അടുത്ത ആഴ്ചത്തെ ന്യൂസ്. ഭയങ്കരമായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളാണോ എന്ന് ചോദിച്ചാലല്ല, പക്ഷേ എന്നിരുന്നാലും മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. ഈ ഒരു സമയങ്ങളിലൊക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അന്നത്തെ ദിവസങ്ങളിലെ മാർക്കറ്റ് ഡിസ്കഷനിൽ ഇത് പറഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കലണ്ടർ, ഇക്കണോമിക് കലണ്ടർ നോക്കാവുന്നതുമാണ് എന്ന് ഓർമ്മിച്ചു പോകുന്നു. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ റിലയബിൾ ആയിട്ടൊരു ബ്രോക്കറിനെ നോക്കുന്നുണ്ട് എങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ട് എല്ലാ റെഗുലേഷൻസും ഉള്ള UK, UAE, സൗത്ത് ആഫ്രിക്ക, അതേപോലെ ഓസ്ട്രേലിയ റെഗുലേഷൻസ് ഉള്ള വളരെ നല്ല റിലയബിൾ ആയിട്ടുള്ളൊരു ബ്രോക്കറാണ്. ഓൾമോസ്റ്റ് $100,000 വരെ നമുക്ക് ഇവിടുത്തെ ലോയിഡ്സ് ബാങ്ക് ഇൻഷുർഡുമാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ വളരെ ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും ഈവൻ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കൊടുക്കുന്ന പ്രൊമോഷൻ പ്രോഗ്രാമാണ്. പ്രൊമോഷൻ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY 148, 146 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 146 അവിടെ നിന്ന് ബൈ, 148 അവിടെ നിന്ന് സെല്ല്. എനിക്കറിയാം ഇന്നലെ മെനഞ്ഞാന്നൊന്നും 146 വരെ എത്തിയിട്ടില്ല, 148 വരെ എത്തിയിട്ടില്ല. വെയിറ്റ് ചെയ്യുക. 148 അവിടെ നിന്ന് ഉള്ള സെല്ലാണ് നമുക്ക് ഇനി അടുത്ത് കിടക്കുന്നത്. അവിടുന്ന് സെല്ലെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് JPYയിലുള്ള ഓപ്പർച്യൂണിറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ എവിടെ ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഒന്നുകൂടെ പറയാം, 148.60 മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടണം. 148 സെല്ലെടുക്കുന്ന ആൾക്കാർ, 146 ബൈ എടുക്കുന്ന ആൾക്കാർ 145.40 താഴെ സ്റ്റോപ്പ് ലോസ് ഇടുകയും ചെയ്യണം. ഓക്കെ, സോ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.1645 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. മാർക്കറ്റ് ഒന്നുകൂടെ റീട്രേസ് ചെയ്ത് താഴോട്ട് വരാനായിട്ട് കിടപ്പുണ്ട്. 1.1500 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ GBPയിലോട്ട് വരുമ്പോൾ GBP 1.34442 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. GBPയുടെ കാര്യം നമുക്ക് നല്ലൊരു ബൈ എൻട്രി ഉള്ളത് 1.3400 അവിടുന്ന് നല്ലൊരു ബൈ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് എന്തായാലും വേണം കേട്ടോ ഇതിനെല്ലാം. ഓക്കെ, ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് 3400 മുകളിൽ പോകണോ വേണ്ടയോ എന്നുള്ളൊരു ഭയങ്കരമായ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് എല്ലാം അറിയാം, 3400 എന്ന് പറയുന്നത് ഒരു നല്ലൊരു സപ്പോർട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വാർ വന്ന സമയത്ത്, ഇസ്രായേൽ വാർ വന്ന സമയത്ത് പോലും 3400 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടില്ല. അതിനുശേഷം 3430 എന്ന് പറയുന്നത് ഒരു പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് തന്നെയാണ്. അവിടുന്ന് വേണമെങ്കിലും അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ 3430 അവിടുന്ന് സെല്ല്, 3439 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കണം. ഓക്കെ, കാരണം 39 കഴിഞ്ഞ വട്ടം പോയ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഓൾ ടൈം ഹൈയിലോട്ട് എത്തുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. മാർക്കറ്റാണ്, ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ആണ് നമ്മൾ ശ്രദ്ധിച്ചു പോകേണ്ടതെന്ന് എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ്, ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ളത്, വെറുതെ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യാതെ സ്റ്റോപ്പ് ലോസ് $10, പല ആൾക്കാരുടെയും ട്രേഡിംഗ് മെത്തേഡ് നോക്കുമ്പോൾ പല ആൾക്കാരും ഒരു സ്റ്റോപ്പ് ലോസ് വെറുതെ ഒരു $10 വെക്കും, ടേക്ക് പ്രോഫിറ്റ് ഒരു $5 വെക്കും. അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നെങ്കിൽ അത് പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിരിക്കണം. ഓക്കെ, എന്താ പറയുക, ടേക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1:1.5 റേഷ്യോയിലും ആയിരിക്കണം എന്നുള്ള കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അറ്റ്ലീസ്റ്റ് 1:1.5, അതിൽ കൂടാം, 1:2 ആവാം, 1:2.5 ആവാം, 1:3 ആവാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ 1:1.5 എങ്കിലും മിനിമം നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ, നാളെയല്ല തിങ്കളാഴ്ച കാണുന്നത് വരെ, ഗുഡ് ബൈ.